2026 നിയമസഭാ തിരഞ്ഞെടുപ്പിന്റെ ചൂടിൽ കേരളം നിൽക്കുമ്പോൾ UDFന്റെ ആത്മവിശ്വാസം വാനോളമാണെന്ന് വ്യക്തമാക്കുന്നതായിരുന്നു മുസ്ലിം ലീഗ് നേതാവ് PK കുഞ്ഞാലിക്കുട്ടിയുടെ മലപ്പുറത്തെ പ്രതികരണം. വെറുമൊരു രാഷ്ട്രീയ പ്രസ്താവന എന്നതിലുപരി കൃത്യമായ കണക്കുകൾ നിരത്തിയാണ് അദ്ദേഹം സംസാരിച്ചത്. സംസ്ഥാനത്തെ 140 മണ്ഡലങ്ങളിലും UDFന് അനുകൂലമായ കാറ്റാണ് വീശുന്നതെന്ന് കുഞ്ഞാലിക്കുട്ടി നിരീക്ഷിച്ചു. ഓരോ ജില്ലയിലെയും ഗ്രൗണ്ട് റിപ്പോർട്ടുകൾ പരിശോധിച്ചാൽ UDF വലിയ ഭൂരിപക്ഷത്തോടെ ഭരണത്തിൽ തിരിച്ചെത്തുമെന്ന കാര്യത്തിൽ തനിക്ക് സംശയമില്ലെന്ന് അദ്ദേഹം ഉറപ്പിച്ചു പറഞ്ഞു. 2021 തിരഞ്ഞെടുപ്പിൽ LDF 99 സീറ്റുകൾ നേടി ചരിത്രപരമായ തുടർച്ച ഉറപ്പാക്കിയപ്പോൾ UDFന് 41 സീറ്റുകളാണ് ലഭിച്ചത്. എന്നാൽ പിന്നീട് നടന്ന ലോക്സഭാ തിരഞ്ഞെടുപ്പിലും ഉപതെരഞ്ഞെടുപ്പുകളിലും UDF കാഴ്ചവെച്ച മുന്നേറ്റമാണ് 2026 100-ലധികം സീറ്റുകൾ നേടുമെന്ന അവരുടെ അവകാശവാദത്തിന്റെ അടിസ്ഥാനം. ഇനി 2024 ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ കേരളത്തിലെ 20-ൽ 18 സീറ്റുകളും UDF തൂത്തുവാരിയിരുന്നു. നിയമസഭാ മണ്ഡലങ്ങൾ അടിസ്ഥാനമാക്കി നോക്കിയാൽ 100-ലധികം മണ്ഡലങ്ങളിൽ UDFന് വ്യക്തമായ ലീഡുണ്ടായിരുന്നു. കഴിഞ്ഞ 10 വർഷത്തെ LDF ഭരണത്തോടുള്ള ജനങ്ങളുടെ അതൃപ്തി ഇത്തവണ വോട്ടായി മാറുമെന്ന് കുഞ്ഞാലിക്കുട്ടി വിശ്വസിക്കുന്നു. നിലവിലെ ഭരണത്തോടുള്ള അതൃപ്തി വോട്ടായി മാറുമെന്ന പ്രതീക്ഷയിലാണ് മുന്നണി. 100-ലധികം സീറ്റുകൾ എന്ന ലക്ഷ്യം കൈവരിക്കാൻ UDFന് കഴിയുമെന്നാണ് അദ്ദേഹത്തിന്റെ അവകാശവാദം. കേരളത്തിൽ സ്വാധീനം ഉറപ്പിക്കാൻ BJP നടത്തുന്ന ശ്രമങ്ങളെ കുഞ്ഞാലിക്കുട്ടി പരിഹസിച്ചു. മറ്റുത്തരേന്ത്യൻ സംസ്ഥാനങ്ങളിൽ പയറ്റുന്ന തന്ത്രങ്ങൾ കേരളത്തിൽ നടക്കില്ലെന്നാണ് അദ്ദേഹത്തിന്റെ പക്ഷം.